ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അതുപോലെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നാഷണൽ പാർക്കിലേക്കാണ് പോയത് കേട്ടോ, ഗിണ്ടി നാഷണൽ പാർക്കിലേക്ക്. അപ്പോൾ നമ്മുടെ ബസ് അശോക് നഗറിൽ നിന്ന് ഏകദേശം ഒരു 5.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നാഷണൽ പാർക്കിലേക്ക്, ഗിണ്ടിയിലേക്ക്. അപ്പം അവിടെ നമ്മൾ വലിയ വന്യമൃഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതുപോലെ മുതല, ചീങ്കണ്ണി, പിന്നെ കുരങ്ങ്, വേഴാമ്പൽ, മൂങ്ങ, തത്ത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. പിന്നെ സ്നേക്ക് പാർക്കുണ്ട്. അത് ഈ കെട്ടിടത്തിലല്ല, ഇതിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ വേറെ കെട്ടിടമുണ്ട്. അതിന് പ്രത്യേക ഫീസുണ്ട്, പാസ് വേറെയാണ് കേട്ടോ സ്നേക്ക് പാർക്കിന്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഗാർഡൻ ഏരിയയിലൊന്നും പോയി ബാക്കിയുള്ളതൊന്നും പോയി ഷൂട്ട് ചെയ്തില്ല. പക്ഷേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പലതും നമ്മുടെ വീഡിയോയിൽ പെടും. കാരണം കപ്പിൾസിൻ്റെ അയ്യരുകളിയാണ് കേട്ടോ. തെക്ക്, വടക്ക്, പടിഞ്ഞാട്ട്, കിഴക്കോട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ഇതേ ഉള്ളൂ. വെറുതെ എന്തിനാ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളത് ചെയ്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇവനെ നമ്മൾ മാക്സിമം അനക്കാൻ നോക്കി രക്ഷയില്ല. ഇവനിങ്ങനെ നമ്മളെ പറ്റിച്ച് കിടന്നു. അതുപോലെ ഒരു കരിമൂർക്കനും നാഷണൽ പാർക്ക്, നമ്മുടെ ഇവിടെ സ്നേക്ക് പാർക്ക് ചെന്നപ്പോഴത്തേന് ഒരു കരിമൂർക്കൻ ഞങ്ങളെ പറ്റിച്ചു. കുറേ നേരം പറ്റിക്കാൻ നോക്കി. പിന്നെ ലാസ്റ്റ് അവൻ പത്തി മടക്കി നേരെ പത്തേക്ക് വെച്ച് കാണിച്ചെന്ന് അനങ്ങിയാമുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ റൂമിൽ ചെന്നു. 2 മണിയോടുകൂടി നേരെ പോയി റൂമിൽ ചെന്നു. 3 മണിയാകുമ്പോൾ റൂമിൽ ചെന്നു. അവിടെ നിന്ന് നേരെ 3:45 പോയി ഇറങ്ങി നേരെ ബസന്ത് നഗറിലേക്ക് വന്നു കേട്ടോ, ഇലൈറ്റ് ബീച്ചിലേക്ക്. ഈ ബീച്ചിൻ്റെ ഈ ഭാഗം കാണുമ്പോഴേ അറിയാം നാടോടിക്കാറ്റ്. ദാസനും വിജയനും വന്ന് വിയർ അറബ്സ്, ഇന്ത്യക്കാരെ നോക്കുന്നേ. ഇതൊക്കെ മറക്കാൻ പറ്റുമല്ലേ, ആ സീൻസും ഒക്കെ ഒരിക്കലും മറക്കില്ല. അപ്പോൾ വേണ്ട, ഇവിടെ ഗൂഗിളിൽ നോക്കിയെന്ന് അറിയാം, ഈ ബസന്ത് നഗറിൽ നമ്മുടെ ഇലൈറ്റ് ബീച്ചിൽ നൈറ്റ് വൈബാണ്. രാത്രി 12 മണി വരെയൊക്കെ ഉണ്ട്. മരീന ബീച്ചിൽ 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ആൾക്കാരെല്ലാം പതുക്കെ പോകും. ആൾക്കാരെ കയറ്റും. ഇവിടെ അങ്ങനെയല്ല, 12 മണി വരെ ഉണ്ട്. ഭയങ്കര വൈബാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആസ്വദിച്ചു. ഞങ്ങൾ മരീന ബീച്ചിൽ പോയി അബദ്ധം പറ്റി. ഷൂസൊക്കെ ഇട്ടുകൊണ്ട് പോയതിൻ്റെ പേരിൽ ബീച്ചിലെല്ലാം ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഷൂസൊക്കെ ഊരി കഴിഞ്ഞ് കുറേ മെനക്കെട്ട്. ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ നിന്ന് നേരത്തെ ഷൂസൊക്കെ മാറ്റിയിട്ട് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ആട്ടിച്ചങ്ങ് പൊളിച്ച് ബീച്ചിൽ. ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നൈറ്റ് വന്നിട്ട് അവിടെ ഒരു കടയിൽ നിന്ന് അവൻ്റെ അമ്മച്ചിമാർ നടത്തുന്ന കടയാണ്. നമുക്ക് ഇഷ്ടമുള്ള മീൻ ചൂസ് ചെയ്യാം. അത് അവർ പൊരിച്ചപ്പം തന്നെ ലൈവായിട്ട് തരും. ഭയങ്കര ചൂടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങൾ ആദ്യം വിചാരിച്ച് വൈകുന്നേരം പണി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ പാകത്തിനായിരുന്നു. എരിവ്, പുളിയായാലും എല്ലാം, കുരുമുളകായാലും എല്ലാം പാകത്തിനായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അവൻ നിങ്ങൾ ചെല്ലുമ്പം ഒന്ന് അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ മാത്രമല്ല, വേറെ ആൾക്കാർ നിരന്നിരുന്ന് തട്ടുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരൊന്ന് വെച്ചങ്ങ് അടിക്കുമായിരുന്നു അവിടെ നിന്ന്. അപ്പം ഹരിയൊക്കെ ആയിരുന്നു വെച്ചാൽ, ഹരി മുള്ളൊക്കെ വലിച്ച് ഇറുമ്പി 4 വഴിക്കോട്ടൊക്കെ പോയിരുന്നു. കൊമ്പം മീശ പോലൊക്കെ ആയിരുന്നു മുള്ളൊക്കെ ആയിരുന്നു അവൻ്റെ വായിൽ. അങ്ങനെ അർജുന് സേഫായിരുന്നു. ഊർത്തി അങ്ങ് ഇറക്കി. അവിടെ നിന്ന് ഞാൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്ന ഒരു ഗെയിം ഷോ നടത്തി. അത് കണ്ടപ്പോൾ ഇതൊക്കെ ലൈഫിലൊരു എൻജോയ്മെൻ്റ് അല്ലേ. അവൻ കണ്ട 1 ടൈം ഉള്ളൊരു ഗെയിം കളിച്ചു. ആ ബോൾ കൊണ്ട് എറിയുന്നത് വലിയ ബോളുണ്ട്. അവൻ അത്രയും വീഴ്ത്തി. ഞാൻ ചെറിയ ബോൾ ചൂസ് ചെയ്തു. 6 വട്ടം എറിയാൻ പറ്റും. സെക്കൻഡ് ടൈമിൽ എനിക്കും എറിഞ്ഞപ്പോഴത്തേനായിട്ട് അത്രയും വീണു. അപ്പം അർജുൻ മറ്റേ അമ്പും വില്ലും തട്ടി. ജയ് ബാഹുബലി അവൻ പറ്റയ്ക്ക് ടപ്പേ അതെ ഏകദേശം പറ്റയ്ക്കായിരുന്നു. അപ്പോൾ അർജുൻ ഇത് കിട്ടി. എനിക്ക് ഹരിക്കാൻ വേണ്ട മറ്റേ പൂച്ചട്ടി കിട്ടി, ചെറിയ കുഞ്ഞ് പൂച്ചട്ടി. അവിടെ പിന്നെ നേരെ നൈറ്റ് റൂമിൽ ചെന്നു ഡിന്നർ